ഇതായിട്ടുള്ള ഒരു തട്ടിപ്പ് കണ്ട് എനിക്ക് മനം മടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ESI ഉള്ളവരെയും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കാർഡ് ഉള്ളവരെയും തെറ്റിദ്ധരിപ്പിച്ച് അവരെയും കൂടെ കൊണ്ടിട്ട് പ്രൈവറ്റ് ഇൻഷുറൻസ് എടുപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ESI ഉള്ളവർ ഒരിക്കലും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഗവൺമെൻറ് തരുന്ന ഏറ്റവും മികച്ച ഒരു സേവനമെന്ന് ഞാൻ ESI പറയത്തുള്ളൂ. നമുക്ക് ഒരുമാതിരി വലിയ ആശുപത്രിയിൽ എവിടെ പോയാലും ESIയുടെ കൗണ്ടർ അവിടെ സെപ്പറേറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൂഫും ഡീറ്റെയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇൻഷുറൻസ് നിങ്ങൾക്ക് അവർ തന്നെ അപ്ലൈ ചെയ്ത് എല്ലാം ശരിയാക്കി തന്നോളൂ. നിങ്ങളത് പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അതിന് പ്രൈവറ്റ് ഇൻഷുറൻസിൻ്റെ കൗണ്ടറും സെയിം ആശുപത്രിയിൽ കൗണ്ടറിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതിന് അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ പ്രൈവറ്റ് ഇൻഷുറൻസിനും ESIക്കും എല്ലാം സെയിം തന്നെയാണ്. ഇപ്പം പുതിയതായിട്ട് ഇപ്പം ഈ ജനങ്ങളെ കൂടെ ഈ എന്തെങ്കിലും നല്ല ജോലിയുള്ള ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരുമാതിരി കമ്പനിയിൽ ഷോപ്പിലും എല്ലാം വർക്ക് ചെയ്യുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ESI ഒക്കെ ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുണ്ട്, കൊടുക്കുന്നുമുണ്ട്. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ അറിഞ്ഞു വെച്ചിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ഇൻഷുറൻസ് കൊടുക്കുന്ന വ്യക്തികളുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. ആൾക്കാർ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്തു, നിങ്ങൾ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് അവരോട്. പിന്നെ അവരതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഫോൺ വിളിച്ചാൽ അവരെ പ്രൈവറ്റ് ഇൻഷുറൻസ് കിട്ടുന്നു. അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, ഏത് ഇൻഷുറൻസാണ് ഫോൺ വിളിച്ചാൽ ക്ലെയിം ആകുന്നതെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. സത്യം പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസും ഫോൺ വിളിച്ചാൽ ക്ലെയിം ആകത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെതായ ഡോക്യുമെൻറ്റ്സും പ്രൂഫും നിങ്ങൾ ഏത് ആശുപത്രിയിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ ആശുപത്രിയുടെ പ്രൈവറ്റ് ഇൻഷുറൻസ് അക്കൗണ്ടിൽ ഹാജരാക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് പറഞ്ഞു തരാൻ എനിക്ക് എന്താ യോഗ്യത എന്ന് ചോദിക്കുന്നതിനോട് പറയാനുള്ളത്. ഏകദേശം 3.5 വർഷത്തോളം ESI ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. കൂടാതെ എനിക്കിപ്പോൾ ഉള്ളത് പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ്. അത് റിജക്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നിലവിൽ കേസ് കൊടുത്തേക്കുന്ന വ്യക്തിയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ആൾക്കാരെ ഇതുപോലെ പറ്റിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ടാണ് സത്യം പറഞ്ഞ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്ക്. നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു. എനിക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ഒന്നിനും വേണ്ടി ചെയ്യുന്നതല്ല. ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് എനിക്ക് അതിന് മാത്രം വിഷമം തോന്നി. ആൾക്കാരുടെ ജീവിതം പച്ച മാംസത്തിൽ കത്തി വെക്കുന്നത് അത് വിറ്റ് കാശാക്കുന്നതും ആൾക്കാരെ ചൂഷണം ചെയ്ത് ഇതുപോലെ ജീവിക്കുന്ന അവരെ പറയാൻ എനിക്ക് വാക്കുകളില്ല. അവരുടെ അമ്മാതിരി ചെയ്ത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പം ഇനി ഞാൻ എൻ്റെ ചാനലിലൊക്കെ ഇതുപോലത്തെ വീഡിയോ മാത്രം ഇനി പ്രൊമോഷനൊക്കെ ഞാൻ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതുപോലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യം മാത്രം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതും എനിക്ക് വിഷമം തോന്നിയുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾ ഈ ചൂഷണത്തിലൊന്നും പെടാതിരിക്കുക. എല്ലാവരും പരമാവധി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.